നവ്യ ഗർഭിണിയല്ലെന്ന് മനസ്സിലാക്കിയ അബിയെ എല്ലാവരും ചേർന്ന് കുറെ കളിയാക്കുകയും വഴക്ക് പറയുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. കൂടുതലായിട്ടും ചെയ്യുന്നത് അവന്റെ അമ്മ തന്നെയാണ്. ജലജ പറയാണ്, നാണമില്ലേ നിനക്ക്? അവളുടെ ഭർത്താവല്ലേ നീ? ഒരിക്കൽ പോലും നിനക്കൊന്ന് സംശയം പോലും തോന്നിയില്ലല്ലോ? അത്രയ്ക്കുണ്ടായിരുന്നു അവൾ നിന്നെ കബളിപ്പിച്ചത്. നീ ഒരു പൊട്ടനായിട്ടല്ലേ അതൊക്കെ വിശ്വസിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ വഴക്ക് പറയുന്നുണ്ട്. അപ്പോഴേക്കും അബി പറയാണ്, ഞാൻ എന്ത് ചെയ്യാനാ അമ്മയല്ലേ പറഞ്ഞത് അവളുടെ സ്നേഹം കാണിക്കാനോ അടുപ്പം കാണിക്കാനോ ഒന്നും പോകരുതെന്ന്. പിന്നെ ഞാൻ എങ്ങനെ അറിയും അവൾ ഡ്യൂപ്ലിക്കേറ്റ് വയറിങ് നടക്കുന്ന കാര്യം എന്നൊക്കെ അബി പറയാണ്. നീ നിന്നെ കൊണ്ടൊന്നും ഒന്നിനും കൊള്ളില്ല, നീയൊക്കെ വേസ്റ്റാ. ഈ കുടുംബത്തിൽ നിന്ന് എപ്പൊ നമ്മളെ ഇറക്കി വിടുന്നു പറഞ്ഞ് വെയിറ്റ് ചെയ്തിരുന്നോ എന്നും പറഞ്ഞിട്ട് ജലജ ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. ഇതും കൂടെ കേട്ടപ്പോഴേക്കും അവൻ ആകെപ്പാടെ തല പെരുത്തിട്ട് അവിടുന്ന് ഇറങ്ങി പോകുന്നുണ്ട്. അവൻ നേരെ പോകുന്നത് ബാറിലേക്കാണ്. ബാറിൽ പോയിട്ട് അവൻ മദ്യപിച്ചുകൊണ്ടിരുന്ന സമയത്ത് അവിടെ ഒരാൾ ഇരിക്കാണ് കേട്ടോ. മന്മഥൻ എന്നാണ് അയാളുടെ പേര്. അയാള് അബിയെ ചുണ്ടിട്ട് പറയണ, എടാ എങ്ങനെയുണ്ടാ നിന്റെ ഭാര്യ? അവളെ ഇപ്പൊ ചുമക്കുന്ന നീയാണല്ലേ? പണ്ടവൾ എന്റെ തലയിലായിരുന്നു എന്നൊക്കെ പറഞ്ഞ് കുറെ മോശമായിട്ട് നവിയെ കുറിച്ച് പറയാണ്. ഇങ്ങോട്ട് വാ ബ്രോ, നമുക്ക് രണ്ടുപേർ കൂടെ പങ്കിട്ടെടുക്കാം എന്നൊക്കെ പറഞ്ഞ് വളരെ മോശമായ രീതിയിൽ അവൻ സംസാരിക്കുമ്പോഴേക്കും ഇവർ തമ്മിൽ അടിയാവുന്നുണ്ട് കേട്ടോ. എന്റെ വേസ്റ്റാടാ നീ കഴിക്കുന്നതെന്നും അങ്ങനെയൊക്കെ പല വിധത്തിലും മോശമായിട്ട് പറയുന്നുണ്ട്. നീ ഒരു ആണാണെന്നൊക്കെ ചോദിച്ചിട്ട് അബിയെ വഴക്ക് പറയുമ്പോ ഒന്നാമതേ വീട്ടിൽ നിന്ന് അവൾ കാരണം ഓർമ്മം കേട്ട് വന്നതുകൊണ്ട് തന്നെ അബി വല്ലാണ്ട് ടെൻഷനായിട്ട് അവനെ കയറി അടിക്കാനൊക്കെ പോവാണ്. അങ്ങനെ ബാറിലുള്ള എല്ലാവരും ചേർന്ന് രണ്ടുപേരെയും മാറ്റിവിടുന്നുണ്ട്. അങ്ങനെ കുറെ നേരം കഴിയുമ്പോഴേക്കും ഈ മന്മഥന്റെ ഫ്രണ്ടിൽ പോയിട്ടിരിക്കുന്നുണ്ട് കേട്ടോ അബി. അങ്ങനെ അവന്റെ കെട്ടൊക്കെ ഇറങ്ങാണ്. മന്മഥന്റെ ആ ഒരു പൂസൊക്കെ മാറുന്നുണ്ട്. മാറുമ്പം അവൻ കണ്ണു തുറന്ന് നോക്കുമ്പോ കാണുന്ന അബിയാണ്. പെട്ടെന്ന് അവൻ ഷോക്കായി പോകുന്നു. അപ്പൊ അവൻ അതൊക്കെ റീവൈൻഡ് ചെയ്തെടുക്കാണ്. എന്നിട്ട് അബിയോട് പറയാണ്, ക്ഷമിക്കണം, ഞാൻ അറിയാതെ പറഞ്ഞതാ, എന്തൊക്കെയോ മനസ്സിലുണ്ടായിരുന്നു, അങ്ങനെ ഞാൻ പറഞ്ഞു പോയതെന്ന് പറയുമ്പം, അല്ല നബിയെ കുറിച്ചാണല്ലോ നീ പറഞ്ഞത്, പറ, എനിക്ക് കേൾക്കാൻ താല്പര്യമുണ്ടെന്ന് പറയുമ്പം, അയ്യോ സാർ അങ്ങനെ ഒന്നുമില്ല, ഞങ്ങൾ തമ്മിൽ അങ്ങനെ ഒരു ബന്ധവും ഇല്ലായിരുന്നു, എനിക്കുള്ള ഭയങ്കര ഇഷ്ടമായിരുന്നു, നഷ്ടപ്പെട്ടു പോയപ്പോ അതിന്റെ ഒരു ദേഷ്യം കൊണ്ട് ഞാൻ പറഞ്ഞതാ എന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും അബി പറയാണ്, ബ്രോ പേടിക്കൊന്നും വേണ്ട, ഞാൻ അവളുടെ ഹസ്ബൻഡാണെങ്കിലും അവളുടെ നല്ലൊരു ഫ്രണ്ടാണ്, അതുകൊണ്ട് നിനക്ക് എന്ത് വേണമെങ്കിലും തുറന്നു പറയാം, അവള് മഹാ ചീറ്റർ എന്നൊക്കെ പറയുന്നു. എന്താ അങ്ങനെ പറഞ്ഞേ, നിങ്ങളുടെ ഫ്രണ്ടാണെന്നല്ലേ പറഞ്ഞേ എന്നിങ്ങനെ പറയുമ്പോഴേക്കും അബി പറയാണ്, നീ അവളെ കെട്ടാഞ്ഞത് നിന്റെ ഭാഗ്യമായി, അവള് ഗർഭിണിയാണെന്ന് പറഞ്ഞ് കള്ള നാടകം കളിച്ച അവൾ എന്നെ വിവാഹം കഴിച്ചത്, എന്നിട്ട് ഇത്രയും മാസം വയറില് അവളെ പാട് വെച്ച് നടന്നു, എന്നെ എല്ലാം പറ്റിച്ചു, എന്നെ എല്ലാവരും മുമ്പിൽ നാണം കിടത്തി ഒരു കുഞ്ഞുണ്ടാവാൻ പോവാണെന്ന് കരുതി ഞാൻ ഒരുപാട് സന്തോഷിച്ചിരുന്ന, അവസാന നിമിഷം അവൾ ഗർഭിണിയല്ലെന്ന് പറഞ്ഞപ്പോ ഞാൻ ആകെപ്പാട് തകർന്നു പോയി എന്നൊക്കെ പറഞ്ഞ അബി വലിയ സെന്റിമെന്റൽ ട്രാക്കൊക്കെ ഇടുമ്പോഴേക്കും മന്മഥൻ അതിൽ വീഴുന്നുണ്ട്. ഇനി പറ, അവള് ചതിച്ചു തന്നെ, നിങ്ങളുടെ ലവ് സ്റ്റോറി എങ്ങനെയാണെന്ന് ചോദിക്കുമ്പോഴേക്കും പറയാണ്, പണ്ട് ഞാൻ അവളുടെ പുറകെ കുറെ നടന്നതാണ്, പക്ഷെങ്കില് ഞാൻ ജസ്റ്റ് ഫ്രണ്ട്സ് മാത്രമായിട്ടേ അവള് കണ്ടിട്ടുള്ളൂ, കാരണം എനിക്ക് പണമില്ലായിരുന്നു, നിങ്ങളുടെ പ്രപ്പോസൽ വന്നതിന് ശേഷം അവള് മൈൻഡ് പോലും ചെയ്തിട്ടില്ല, ഇനി മേലെ എന്നോട് മിണ്ടുവോ എന്നോട് കാണുമോ ഒന്നും ചെയ്യരുതെന്ന് പറഞ്ഞിട്ട് അവള് പോയി, ആ ഒരു ദേഷ്യം കൊണ്ടാ ഞാൻ നിങ്ങളോട് അങ്ങനെയൊക്കെ പെരുമാറിയെന്ന് പറയുമ്പോൾ അതൊന്നും സാരമില്ല, പിന്നെ നിങ്ങൾ നമ്മള് ഫോട്ടോസ് എല്ലാം ഉണ്ടോന്ന് ചോദിക്കുമ്പോഴേക്കും കുറച്ച് ഫോട്ടോസ് ഒക്കെ എന്റെയിലുണ്ട്, ഞങ്ങൾ ഫ്രണ്ട്സ് ആയിരുന്നപ്പോ എടുത്താന്ന് പറയാണ്. അത് മതിയെന്ന് പറഞ്ഞിട്ട് അബി കാണിക്കാൻ പറയുന്നു. അങ്ങനെ അയാളെ കാണിക്കാൻ സമ്മതിക്കാത്തപ്പോ അബി ഓർന്നൊക്കെ പറഞ്ഞ് അയാളെ അത് നിർബന്ധിച്ച് കാണിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അയാൾ ആ ഫോട്ടോസൊക്കെ അബിനെ കാണിക്കുകയാണ്. എന്റെ ഫോണിലേക്ക് ഒന്ന് ഷെയർ ചെയ്യാമോ എന്ന് ചോദിച്ചപ്പോഴേക്കും അയാൾ, അയ്യോ സാർ അതൊന്നും വേണ്ട, അവൾക്കൊരു പ്രശ്നം ഉണ്ടാവുമെന്ന് പറയുമ്പോൾ, ഇല്ലടോ ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് ആ ഫോട്ടോസൊക്കെ സെൻഡ് ചെയ്ത് മേടിക്കുകയാണ് കേട്ടോ അബി. എന്നിട്ട് അബി പറയാണ്, തനിക്കറിയാവോ അവൾ എന്തുമാത്രം ചതിയാ ഞങ്ങൾ കുടുംബത്തോട് ചെയ്തതെന്ന്? മന്മഥൻ പറയുന്നുണ്ട്, ഞാൻ കാരണം ഒരു ബുദ്ധിമുട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവരുമെന്ന് പറയുമ്പോൾ, ഇല്ല അങ്ങനെ ഒന്നും ഉണ്ടാവില്ല, പക്ഷെ അവളുടെ ഈ ഒരു മുഖം എല്ലാവരും കാണണ്ടേ എന്നൊക്കെ ചോദിക്കുകയാണ്. എങ്കിൽ മാത്രമേ അവർക്ക് സമാധാനത്തോടെ ജീവിക്കാൻ കഴിയുള്ളൂ, ഓരോ പ്രശ്നം പൊങ്ങി വന്നാലോ എന്നൊക്കെ പറഞ്ഞ് അയാളുടെ മൈൻഡിനെ മൊത്തത്തിൽ ഒന്ന് ഡൗട്ട് ആക്കിയതിനു ശേഷം അബിയെ ഫോട്ടോസ് ഒക്കെ മേടിച്ച് ഇയാളെ കൂടെ നിർത്താൻ ശ്രമിക്കുന്നുണ്ട്. ഇങ്ങനെ അബി പറയാണ്, ഞാൻ ചെയ്യുന്ന പോലെ ചെയ്താല് തനിക്ക് ഞാൻ 5 ലക്ഷം രൂപ തരാമെന്ന് പറയുന്നു. അപ്പൊ അയാൾ ചോദിക്കും, 5 ലക്ഷം രൂപയെന്ന് ചോദിക്കാണ്. അതെ, തനിക്ക് ഒരുപാട് ബാധ്യതകളൊക്കെ ഉണ്ടെന്നല്ലേ താൻ പറഞ്ഞത്, അതെല്ലാം തനിക്ക് ഒറ്റ അടിക്ക് വീട്ടാൻ പറ്റും, ഞാൻ പറയുന്നത് പോലെ എന്റെ കൂടെ നിൽക്കാമെന്ന് ചോദിക്കുമ്പോൾ 5 ലക്ഷം രൂപയോ ഒന്ന് അയാൾ വീണ്ടും ചോദിക്കണം. അതെ, 5 ലക്ഷം രൂപ തരാം സാർ, എന്ത് പറഞ്ഞാലും ഞാൻ ചെയ്യാമെന്ന് പറയാണ് കേട്ടോ. അങ്ങനെ മന്മഥൻ അങ്ങനെ അബി ഓർക്കാണ്, ഇത് തന്നെ നല്ല തുറപ്പ് ചീട്ട് അവളെ അവിടുന്ന് ആട്ടി ഇറക്കാന് ഇത് തന്നെ വഴി എന്ന് മനസ്സിൽ കരുതാണ്. അങ്ങനെ ആ ഫോട്ടോസ് എല്ലാം ഒന്നുകൂടി ലിങ്ക് ചെയ്തിട്ട് അബി ആ ഫോട്ടോസ് അവന്റെ വീട്ടിലേക്ക് തന്നെ കൊറിയർ ആയിട്ട് അയക്കുന്നുണ്ട്. അങ്ങനെ അവൻ വീട്ടിലേക്ക് വന്നിട്ട് ജലജയോട് ഇത് മുഴുവനും പറയാൻ കേട്ടോ. അമ്മേ ഇപ്പൊ കണ്ടോണം, ആരെങ്കിലും വന്ന കൊറിയർ തുറന്ന തീർന്നെന്ന് പറയാൻ കേട്ടോ. അങ്ങനെ കൊറിയർ ആദ്യം വരുന്നത് തന്നെ ദേവിയനുടെ കൈകളിലേക്കാണ്. ദേവിയൻ വന്നിട്ട് കൊറിയർ ഓപ്പൺ ചെയ്യാൻ പോകുമ്പോഴേക്കും ജയൻ വിളിക്കുന്നതുകൊണ്ട് ആ കൊറിയർ അവിടെ വെച്ചിട്ട് അകത്തേക്ക് കയറി പോകുന്നുണ്ട്. പിന്നീട് വരുന്നത്
ജാനകിനെയും ആരോ വിളിക്കുന്നത് തന്നെ അവളും ആ കൊറിയർ അവിടെ വെച്ചിട്ട് അകത്തേക്ക് കയറിപ്പോന്നു. പിന്നീട് വരുന്ന മുത്തശ്ശിയാണ് കേട്ടോ. ഇതെല്ലാം അവിടുന്ന് ഒളിഞ്ഞിരുന്ന് ജലജയും അഭി വാച്ച് ചെയ്തോണ്ടിരിക്കുകയാണ്. മുത്തശ്ശി വന്ന് ആ പേപ്പർ ആ കൊറിയർ പൊട്ടിച്ചു നോക്കുമ്പോ അങ്ങ് ഷോക്കായിട്ട് നിൽക്കുകയാണ് കേട്ടോ. നവ്യയും ആ പയ്യനുമായിട്ട് കൂടിച്ചേർന്ന് നിൽക്കുന്ന ഫോട്ടോ ഒക്കെ കണ്ടപ്പോഴേക്കും മുത്തശ്ശി വായിൽ കൈവച്ച് നിൽക്കുകയാണ്. പെട്ടെന്ന് തന്നെ മുത്തശ്ശി ആ കൊറിയർ മാറ്റി പിടിച്ച് ആരും കാണാതെ ഒളിച്ചു പിടിക്കാണ് കേട്ടോ. അപ്പോഴേക്കും അഭിയും ജലജി ഓർക്കാണ് ഇപ്പൊ കണ്ടാണ് സീന്. ഇപ്പൊ തന്നെ എല്ലാവരെയും വിളിച്ചറിയിച്ച് അവൾ ഇവിടുന്ന് ഒരു പറഞ്ഞു വിടും, അത്രയ്ക്ക് സംഭവിക്കാൻ പോവാ എന്നൊക്കെ പറഞ്ഞാൽ വെയിറ്റ് ചെയ്തിരിക്കുമ്പോഴേക്കും ദേവിനെ അങ്ങോട്ട് വന്നിട്ട് ചോദിക്കുകയാണ്, എന്താ അമ്മയെ കൊറിയർ വന്നത്? അത് ഞാൻ മുത്തശ്ശിന് വേണ്ടിയിട്ട് ആയുർവേദമായിരുന്നു ഓർഡർ ചെയ്തത്, അത് വന്നതാണെന്നും പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ മുത്തശ്ശി അതും കൊണ്ട് അങ്ങ് പോകുമ്പോഴേക്കും ജലജ ചോദിക്കുകയാണ്, ഇവരെന്താ ഇങ്ങനെ കാണിച്ചത്? അഭി പറയാണ്, അതേലോ എല്ലാവരെയും കാണിച്ച് ഇപ്പൊ തന്നെ സീനാക്കണ്ടതിന് മുത്തശ്ശി ഇങ്ങനെ ആരെയും കാണിക്കാതെ ഒളിച്ചു കൊണ്ടുപോയെന്ന് അവർ തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. മുത്തശ്ശി ഈ ഫോട്ടോയും കൊണ്ട് നേരെ പോയത് നയനയുടെ മുറിയിലേക്കാണ്. നയനോട് ചോദിക്കുന്നുണ്ട്, ദാ ഈ ഫോട്ടോ കണ്ടോ, ഇപ്പൊ ഇവിടെ കൊറിയറായിട്ട് വന്നതാ, ഇവനെ കുറിച്ച് നിനക്ക് അറിയാമോ എന്ന് ചോദിക്കുമ്പോൾ അറിയാമേ, ഇത് പണ്ട് ചേച്ചിയുടെ ഫ്രണ്ടായിരുന്നു, ചേച്ചിനെ വിവാഹം കഴിക്കണമെന്നൊക്കെ പറഞ്ഞ് കുറെ പുറകെ നടന്ന, പക്ഷെ ചേച്ചി സമ്മതിച്ചില്ല. അപ്പം അയാൾ ഇങ്ങോട്ട് ഫോട്ടോ അയച്ചെന്ന് പറയുമ്പം നയനെ ചോദിക്കുകയാണ്, അതെന്തിനായിരിക്കും അയാൾ ഫോട്ടോ അയച്ചതെന്ന് ചോദിക്കുകയാണ്. അങ്ങനെ നയന അവിടെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുമ്പോഴേക്കും മുത്തശ്ശി ഈ ഫോട്ടോയും കൊണ്ട് നേരെ നവ്യയുടെ അടുത്തേക്ക് പോകുന്നുണ്ട്. നവ്യ ഇതെന്തൊക്കെയാ കാണിച്ചു വെച്ചിരിക്കുന്നത്, ഇതെന്താ നോക്കിയെന്ന് പറഞ്ഞ് കാണിക്കുമ്പോഴേക്കും നവ്യ ഒന്ന് ഞെട്ടുന്നുണ്ട്. ഇതാരാ നിനക്ക് അറിയാമെന്ന് ചോദിക്കുമ്പോൾ എനിക്കൊന്നും അറിയില്ലമ്മേ, ഇവനാരെന്നും എനിക്ക് അറിയില്ല എന്നൊക്കെ പറഞ്ഞ് നവ്യ ഉരുണ്ട് വിളിക്കുകയാണ്. അപ്പോഴേക്കും മുത്തശ്ശിക്ക് എന്തൊക്കെയോ മനസ്സിലാവുന്നുണ്ട്, ഇവള് കള്ളം പറഞ്ഞാണെന്നും മനസ്സിലാവുന്നുണ്ട് കേട്ടോ. അപ്പൊ ഈ ഫോട്ടോയും കൊണ്ട് മുത്തശ്ശി നേരെ താഴേക്ക് പോകുന്നുണ്ട്, ആരും കാണാതെ അത് മറച്ചു വെക്കുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ ജലജ പറയണം, അവൾ എന്തൊരു ഫ്രോഡായിരുന്നിരിക്കുക അല്ലേ, അവനെ സ്നേഹിച്ച് പറ്റിച്ച അവള് മോശക്കാരിയല്ലെന്ന് പറയുമ്പം അഭി പറയുന്നുണ്ട്, ഇല്ലമ്മേ അവളെ സ്നേഹിച്ചില്ല, ഇവൻ അവളുടെ പുറകെ നടന്നത്, പക്ഷെ ഞാനിപ്പോ അത് രണ്ടുപേരും സ്നേഹിച്ചതായിട്ട് വരുത്തി തീർക്കും. ഇവൾക്ക് പണക്കാരനെ വിവാഹം കഴിക്കാനാണെന്നൊരു താല്പര്യം, പക്ഷെ അവൻ പാവപ്പെട്ടവനാ, അതുകൊണ്ട് തന്നെ ഇവൾ ആ പ്രപ്പോസൽ റിജക്ട് ചെയ്തു എന്ന് പറയുന്നുണ്ട്. എങ്കിലും മുത്തശ്ശി ഇതിനെ എങ്ങനെയൊക്കെ കാണിക്കുന്നത്, അതെല്ലാരും കാണിച്ച് ഇവിടെ വിഷയം ഉണ്ടാക്കാനുള്ളതിന് എന്നും പറഞ്ഞ് രണ്ടുപേരും അവിടെ ദേഷ്യപ്പെട്ട് നിൽക്കാണ്. ഇതേ സമയത്ത് തന്നെ മുത്തശ്ശിയെ പേപ്പറായിട്ട് പോകുന്നുണ്ട് കേട്ടോ. നയന വന്നിട്ട് നവ്യോട് ചോദിക്കുകയാണ്, ചേച്ചി കണ്ടില്ലേ അവൻ മന്മഥൻ ഇങ്ങോട്ടേക്ക് ഫോട്ടോ അയച്ചിരിക്കുന്നത്? കണ്ടു, ഞാൻ എന്ത് ചെയ്യാനാ, എനിക്കറിയില്ല, ആ പണ്ടത്തെ എങ്ങാണ്ട് ഫ്രണ്ട് ആയപ്പോഴത്തെ ഫോട്ടോയാ, അത് എന്തിനാ അവൻ അയച്ചെന്ന് എനിക്കറിയില്ല എന്നൊക്കെ പറയുന്നുണ്ട്. മുത്തശ്ശി എന്നോടൊന്ന് ചോദിച്ചു അറിയുമോന്ന്, ഞാനപ്പോ ഉള്ള കാര്യമൊക്കെ പറഞ്ഞു പറയുമ്പോൾ നവ്യ പറയണം, മുത്തശ്ശി എന്നോടും ചോദിച്ചു, പക്ഷെ ഞാൻ അറിയില്ല എന്നാ പറഞ്ഞെന്ന് പറയുമ്പോഴേക്കും നയന ചോദിക്കുകയാണ്, എന്തിനാ ചേച്ചി അറിയില്ലെന്ന് പറഞ്ഞ്, അറിയാമെന്ന് പറഞ്ഞാൽ പോരായിരുന്നോ? ഈശ്വര, ഒരു പ്രശ്നം മാറുമ്പോൾ അടുത്ത പ്രശ്നം വന്നോണ്ടിരിക്കുകയാണല്ലോ, ഇനി ഇത് നമ്മൾ എങ്ങനെ തലയൂരും എന്ന് നയന ചോദിക്കുന്നുണ്ട്. നവ്യ പറയാണ്, നയന എനിക്ക് എങ്ങനെയൊന്നും അറിയില്ല, നീ എങ്ങനെയെങ്കിലും എന്നെ ഹെൽപ്പ് ചെയ്യണമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പം ഇത്രയുമാണ് ആ ഒരു സ്റ്റോറി. അപ്പൊ ഇതിന്റെ ബാക്കി ആ മന്മഥൻ ഇവളെ കാണാൻ വരുന്ന നവ്യനെ കാണാൻ വരുന്ന ഒരു സീനൊക്കെ ഉണ്ട്. അപ്പൊ അത് നമ്മൾ അടുത്ത വീഡിയോയിൽ ചർച്ച ചെയ്യാം. വീഡിയോ മിസ്സാവാതിരിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.